ഹായ്, ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ചോക്ലേറ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് ആട്ടോ. ഇപ്പൊ നമ്മൾ സാധാരണ നമ്മളൊരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കും, നല്ല മോയിസ്റ്റ് ആയിട്ട് കിട്ടാൻ. ഈ കേക്കിന് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലാതെ തന്നെ ഭയങ്കര മോയിസ്റ്റ് കേക്കാണ്. സാധാരണ ഒരു കേക്കിന്റെ റെസിപ്പിയുടെ ഒരു സ്റ്റൈലേ അല്ല ഈ കേക്കിന്റെ റെസിപ്പി. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. അപ്പൊ ഇതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് തന്നെ നമുക്ക് മൈദപ്പൊടി വേണം, പിന്നെ എഗ്ഗ് വേണം, പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിൽ ആട്ടോ, പിന്നെ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു മെയിൻ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉപയോഗിക്കുന്ന കൊക്കോ പൗഡർ. അതായത് നമ്മൾ നല്ലൊരു ബ്രാൻഡിന്റെ കൊക്കോ പൗഡർ ഉപയോഗിക്കുമ്പോൾ അവർ യൂസ് ചെയ്യുന്ന കൊക്കോന്റെ ക്വാളിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ചോക്ലേറ്റിന്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ റിച്ച്നെസ് നമ്മുടെ കേക്കിനും കിട്ടും. നമുക്ക് ഇനി കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിപ്പോൾ ഞാനൊരു 1.25 കപ്പ് മൈദപ്പൊടി ആയിട്ട് ഇടണേ. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് കൊക്കോ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 കപ്പ് ഷുഗർ, ഇനി 1 ടീസ്പൂൺ സോൾട്ടും ഞാൻ ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ ഒരു സിഫ്റ്റർ ഇല്ലെങ്കിൽ നമ്മൾ പൊടിയൊക്കെ അരിക്കണ അരിപ്പ ഉണ്ടല്ലോ, അതിലെല്ലാതും ഇട്ടിട്ട് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ സിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്നും മിക്സായി വരികയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കേക്ക് നല്ല എയറി ആയി വരും. പിന്നെ അതുമാത്രമല്ല, എന്തെങ്കിലുമൊക്കെ തരികളോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറിലായാലും നമുക്ക് ചിലപ്പോൾ കട്ട വരും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് വിട്ട് വരും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് 1 കപ്പ് മിൽക്ക് വേണം കേട്ടോ. ഒരു തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് മൈക്രോവേവ് ചെയ്തിട്ട് ചെറിയ വാമായിട്ടൊന്ന് എടുത്തോളൂ കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഓയിൽ, ഒരു 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, മിൽക്ക് 1 കപ്പ് മിൽക്ക് ചെറിയ വാമാക്കിയിട്ട് എടുത്തേക്കണത്, 2 എഗ്ഗ് കേട്ടോ. ഇനി നമ്മൾ 1 കപ്പ് വെള്ളം ബോയിൽ ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പം അതിലേക്ക് കുറച്ച് നെസ്കഫെ ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യുമ്പോഴേ ഒരേ സൈഡിലേക്ക് തന്നെ. ഇനി നിങ്ങൾക്ക് വിചാരിക്കും ബോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണത്. ബോയിൽ ചെയ്യണോ, വെട്ടി ചെയ്യണേ കണ്ടോ. ഇതാട്ടോ നമ്മൾ ഒഴിക്കാൻ പോണേ. ഒന്ന് ബട്ടർ ആട്ടോ ഇത് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇത്ര തട്ടികളെ അതിൽ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വയ്ക്കുക കേട്ടോ. സൈഡൊക്കെ കണ്ടോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കണ്ടോ. ഈ പാർച്ച്മെൻറ്റ്സ് പേപ്പർ ഒന്ന് ജസ്റ്റ് ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ശരിക്കും നല്ല സ്ക്വയറായിട്ടാണ് ആംഗിൾ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒഴിക്കുന്നത് പോറിങ് കൺസിസ്റ്റൻസി ഒക്കെ ഉണ്ടോ. സാധാരണ ഒരു കേക്കിൻ്റെ പോറിങ് കൺസിസ്റ്റൻസി അല്ല ഇത്. സ്പാച്ചില നല്ലതാട്ടോ, ഇല്ലാത്തൊരു ഇതിപ്പോൾ ഞാൻ എടുത്തേക്കണ ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കി. ഞാൻ ആക്ച്വലി ഇപ്പോൾ സാധാരണ ഒരു കേക്കാണെങ്കിൽ ഒരു 9 ഇഞ്ച് കേക്കാണെങ്കിൽ ഈ കേക്ക് ഞാനിപ്പോൾ ഒരു 30-35 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്യും. അത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണേക്കാളും ഒരു 5 മിനിറ്റ് കൂടുതൽ ചിലപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അതായത് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ വലിയൊരു പാനിലാണ്, കാരണം എനിക്കതൊരു ബർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ട് ഒരു 19 പേര് ഒക്കെ വരുന്ന ഒരു ബർത്ത്ഡേ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണം കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈ കേക്കിന്റെ ഏറ്റവും വലിയ വ്യത്യാസം, സാധാരണ കേക്ക് വെച്ച് ഈ കേക്കിന്റെ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് വാട്ടർ ചേർക്കുന്നതാണ്. ഇപ്പൊ ഈ ബോയിലിംഗ് വാട്ടർ ചേർക്കുമ്പോൾ മെയിനായിട്ട് രണ്ട് ഡൗട്ടാണ് ആളുകൾക്ക് വരുന്നത്. ഒന്ന്, ഇതിൽ നമ്മൾ ഓൾറെഡി എഗ്ഗ് ചേർത്തിട്ടുണ്ട്. അപ്പൊ എഗ്ഗ് വെന്ത് പോകുന്നു. എഗ്ഗ് വെന്തിട്ടുണ്ടെങ്കിൽ എഗ്ഗിന് ചെറിയൊരു ചൂട് വരുമ്പോഴേക്കും എഗ്ഗ് വേവുമല്ലോ, വേവുമ്പോൾ തരി പോലെ വരും. അങ്ങനെ ഒന്നും ഉണ്ടാവണില്ല. നമ്മൾ ഈ ബോയിലിംഗ് വാട്ടർ ചേർക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് വരാണല്ലോ, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനിത് സ്ഥിരം ഉണ്ടാക്കുന്ന കേക്കാട്ടോ.
ബോയിലിംഗ് വാട്ടർ ചേർക്കുമ്പോൾ അതിൻ്റെ ആ കൊക്കോൻ്റെ ഫ്ലേവർ നല്ലോണം നമ്മുടെ കേക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോയിലിംഗ് വാട്ടർ ചേർക്കണേ. ഈ റെസിപ്പിയിൽ മാത്രമായിട്ട് ഞാൻ ബോയിലിംഗ് വാട്ടർ ചെയ്തിട്ട് ഇത്ര നാളായിട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, കേക്കിൻ്റെ പാനിൻ്റെ 3/4 വരെ മാത്രം നമ്മൾ കേക്ക് ബാറ്റർ ഫിൽ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ പൊന്തി വരുമ്പോൾ ഓവർഫ്ലോ വരും. അപ്പോൾ അതുകൊണ്ട് 3/4 ഭാഗം മാത്രമേ നമ്മൾ കേക്ക് ഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഉണ്ടോ ഈ സൈഡിൽ നിന്ന് കാണിച്ചേ, കേക്ക് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ടോ? കേക്ക് ഇങ്ങനെ കറക്റ്റ് ബേക്ക് ആയി കഴിഞ്ഞ് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വിട്ടു വരും. ഇത്രയും വലിയ കേക്ക് ആയതുകൊണ്ട് നമ്മൾ സാധാരണ കേക്ക് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് സെന്ററിൽ മാത്രം ഇങ്ങനെ കുത്തിയിട്ട് എടുത്താൽ മതി. അപ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആയിട്ട് വന്നേക്കണുണ്ടോ, ഒരു തരി സ്റ്റിക്ക് ചെയ്യാതെ. ഇനിയിപ്പോൾ വലിയ കേക്കുകളാണെങ്കിൽ വേറൊരു ഐഡിയ, നമ്മൾ ചെരിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം ഇങ്ങനെ ഒരു ആംഗിളിൽ. അപ്പോൾ ഇത്രയും നമുക്ക് അകത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് എന്നിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നുകൊണ്ടില്ലേ. ഇനി നമ്മൾ അധികം നേരം ഇവിടെ വെക്കരുത് കേക്കിൻ്റെ പാൻ, കാരണം ഇത് സ്റ്റീമോ ഈ ചൂടടിച്ചിട്ട് അടിവശം ഇത്തിരി നനഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിടാത്തുണ്ടെങ്കിൽ ഒന്ന് വിടിയിപ്പിക്കാനായിട്ടോ നമ്മളിങ്ങനെ ചെയ്യണേ. ഒന്ന് സൈഡ് ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക കേക്കിൻ്റെ പാനും ഒന്ന്. ഈ കേക്കിൻ്റെ പാൻ ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്താൽ മതി. ആണോ? എന്നിട്ട് ഇപ്പം തന്നെ നമ്മൾ ഇതൊന്ന് വിടിയിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സ്റ്റീമർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ ഈ കേക്കിൻ്റെ മാരി ഉണ്ടായ ഈ പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മൾ വിടിയിപ്പിച്ചെടുക്കണം. ഇനി ഇതിവിടെ കിടന്നിട്ട് ഇതൊന്ന് സ്റ്റീമൊക്കെ ആറി ഫുൾ ചൂടാറണം. ഈ കേക്കിന് ഒരു ചോക്ലേറ്റ് ഗണേഷിൻ്റെ ഫില്ലിങ് കൊടുക്കണമെങ്കിൽ 1 കപ്പ് ഹെവി ക്രീം ഒന്ന് ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് സൈഡിൽ നിന്നൊന്ന് ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 കപ്പ് ചോക്ലേറ്റ് ചിപ്സിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ആ ചോക്ലേറ്റ് മെൽറ്റായിട്ടുണ്ടാവും. സോക്കർ തീം കേക്കും കപ്പ് കേക്കും ഉണ്ടാക്കുന്നതിൻ്റെ ഞാൻ പാർട്ട് 2ഉം 3ഉം ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം.